ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമജയം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അയ്യോ, എല്ലാവർക്കും നമസ്കാരം. SPYSS മലയാളം ഓൺലൈൻ ക്ലാസ് നടത്തി വരുന്ന ഈ രാമായണ മാസത്തിലെ 8ാം ദിവസത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാ യോഗബന്ധുക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡത്തിലെ സീതയാ സാർത്ഥം വസിപ്പതീനായൊരു എന്ന് തുടങ്ങി ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ എന്നുവരെയാണ്. പാരായണം ചെയ്യുന്നത് അനീഷ് കുമാർ അണ്ണൻ, റാണി രാജപ്പനക്ക, രാധാ കെ പിള്ളയക്ക, നന്ദിനി അക്ക, ബിനി അരവിന്ദ് അക്ക എന്നിവരാണ്. സാരാംശം ചൊല്ലുന്നത് രമാ നായർ അക്കയാണ്. ബാക്കപ്പിൽ പാരായണത്തിന് പങ്കജാക്ഷൻ അണ്ണനും സാരാംശം ചൊല്ലുന്നതിന് EV നായർ അണ്ണനും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി അനീഷ് കുമാർ അണ്ണനെ ക്ഷണിക്കുന്നു. ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സീതയാ സാത്തം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലും എന്നെഴുന്നള്ളിനാനന്ദികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി. ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായൂരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മോഹനായി രണ്ടു ശാലയും നിർമ്മിച്ചെവിടെയിരിക്കും നരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാം അരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ശരമം. മന്ത്രിവരനാം സുമന്ദരുമേറിയോരന്തുഷജാ ചെന്നയോധ്യ പൊക്കീടിനാൽ. വസ്ത്രേണ വക്ത്രവും അച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തുഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോട് നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലി ജയ. ശാസ്ത്രമതേ ജയ ശൗരാംബുദേ ജയ. കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ. മാർത്താണ്ഡഗോത്ര ജാതോത്ര സംഗമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശ ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തൊന്ന് ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരീജലോചന പാലീമിതിലജെ.
ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാൽ. ശൃംഗി വേരാക്യപുര സവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗി വേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ചു കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിക്കാരുമേ. ചൊല്ലേണമെന്നോടെ താതനോടും ലുള്ളലുള്ളാതുണ്ടാകിരിക്കണം. സൗഖ്യമായ അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനു നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം. അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം ശ്വശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരയുന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യം മന്ദം നിവൃത്തനായിടിനെ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ ദുഷ്ടനാൽ നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്റെ കളവതി നിപ്പാവി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തോരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിക്കായ നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാം തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായ വല്ലഭേ. പ്രയാണമടുത്തതബോധനൻ പ്രാണയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരെ. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാവലവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്ത് പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോടു മുക്കും വിതോ. കുംഭത്തെ നീരക്കം പൂക്കും ശബ്ദം കേട്ടു കുംഭിതുമ്പിക്കയിൽ അംഭോഗതമിതി. ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധ്യയാ ചാവേ ദൃഢമയച്ചീടിനേ. ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കേനവാഹന്ത ഹതോഹം വിദേവൃത. പാർത്തിരിക്കും ഇതു മാതാപിതാക്കന്മാരാ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം നാദം കേട്ടു ഞാനതി ത്രസ്ത്രനായി തത്ര എന്ന് തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു. താപസബാലൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ. മമ പരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശന ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു ബാണമെയ്തേ നദിപാപിയായോരു ഞാൻ.
പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം. സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റം ഭവാനൊഴിഞ്ഞെന്നു വൈകിയിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. തീർത്ഥമാകർണ്യവനാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം. പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥെന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു ആർത്തിരുന്നേൻ നദീതീര മൃഗാശയാ. കുംഭത്തിൻ നീരകം പൂക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്തു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാ. അമ്പയച്ചേനറിയാതെയതും ബലാൽ പുത്രനതു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലവും അവൻ എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുരറ്റോടെ വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറില്ല മറ്റില്ല പാപിയായോരടിയെന്നിനവലംബനം. എന്തു വിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. തീർത്ഥമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മെ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനാൻ. കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോട് തണയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദത്തദേഹന്മാരുമായി ചെന്നു മൂവരും വൃതാരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാർ. ശാപകാലം നമുക്കാഗതമായതിനു താപസവാക്യം അസത്യമായും വരാം.
മന്നവനേവം പറഞ്ഞ വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൾ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുദേ, നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. വക്ഷസീതാടിച്ചു കേഴുന്ന കോശങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളേടു മുഴറി സസംഭ്രമം കന്ദപുരാമകം പുക്കി അരുൾ ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാകൂധര പാലകൻ തന്നുടൻ കേടു വന്നിടായ്താൻ എന്നരുൾ ചെയ്ത ഭൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിടും കുതിരേറിടും ചെന്നു കേകേയ രാജ്യമകം പുക്കു ചൊല്ലുക. മാതുരനായ യുധാജിത്തിനോട് നീ ഏതുമേ കാലം കളയാതനയ്ക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്നതിൻ വിഭൃതം ചെന്നു ചൊല്ലായിച്ചിടിനാൻ. സത്വരം രാജ്യം അഹം പുക്കു തത്വാ യുധാജിത്തിനോട് ചൊല്ലിടിനാൻ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠാൻ അരുൾ ചെയ്തു വാക്കുകൾ ശത്രുഘ്നെടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യ അയക്കെന്നു ഭൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും എത്രനുമങ്ങൊരാപത്തുകളകപ്പെട്ടിതു. താതനെന്നാകിലും മാതാവിനാകിലും എന്തകപ്പെട്ടിതനുള്ളിൽ പലതരം ചിന്തിച്ചു മാർക്കേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുകു സന്തോഷവർദ്ധിതം ശത്രുഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്പാദവർജിതം ദൃഷ്ടവിഗതോത്സവം രാജ്യമെന്തിതം. തേജോ വിഹീന പക പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കൊണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്ഥായ കാട മാലിംഗനം മടിയിൽ വച്ചുത്തമാകെ മുഖർന്ന ആശ്രു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കലത്തിങ്കലൊക്കെ നീ വെക്കവേ മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കും മേതുമേ ദുഃഖമില്ലേലി പരക നീ. ഇത്തരം കൈകേകി ചൊന്ന നേരത്തിന് ഉത്തരമാശ്രു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ. താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ ഭരതനെ പൂണ്ട് കണ്ടിയിലൊരു നാളുമേ. താതനെ പണ്ട് കണ്ടിയിലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്ന എന്തുൾപ്പൂവിലുണ്ടു മേ താപവും ഭീതിയും. മൽപിതാവങ്ങു പറകെന്നത് കേട്ടു തൽപ്രിയമാശ്രു കൈകേകിയും ചൊല്ലിനാർ. എൻ മകനെന്തു കൃത്തിപ്പാൻ അവകാശം നിന്മനേക വഞ്ചിതന്മൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളും ചെയ്തു വിശ്വമെല്ലാടവും കീർത്തിയും പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. തൽപിതാവെന്നു കേട്ടോരു ഭരതനും ശോണിതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണ്ട വിലാപം തുടങ്ങിനാനത്രയും. ഭരതന്റെ വിലാപം. ഹാ താത ദുഃഖസമുദ്രേ നിശ്ചയമാ
മേതൊരു ദിക്കിനു പോയതു ഭൂപതേ, എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പൊയ്ക്കൊണ്ടു പിതാവേ ഗുണനിധേ. ആരുടെയോ അരികിനി ദൈവമേ പുത്രവിവർണ കരയുന്നത് നേര മുദ്ധാഭ്യ കൈകേകി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അത്യുദയം വരുത്തിയിടി ഞാൻ തവ ബന്ധ്യമല്ലാമേ ലഭിച്ചു തരിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ലമ്മ മമ താതൻ മരിക്കുന്ന നേരത്തു. മാതാവേ ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനക സുദേവി പുനരുദനായി വിലപിച്ചു മരിച്ചിതു. താതനത് കേട്ട നേരം ഭരതൻ മാതാവിനോട് ചോദിച്ചാ നന്ദ, അയ്യോ, താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും മരികത്തില്ലേ എന്നതു കേട്ട് കൈകേകിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിനാൻ. നിന്നോടതിൽ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാ പണ്ടേതിലൊന്നിനാൽ നിന്നെ വാഴിക്കേണം. രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോട് ഇതു മർത്തിച്ചേൻ. സത്യം പറയണം സത്യപാരായണനായ നരപതി പൃഥ്വി തരം നിനക്കു തന്നു രാമനെ കാനനവാസത്തിനയച്ചിടിനാൻ. ജാനകി ദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃസമം ഗമിച്ചിടിനാളാശ്രു സൗമിത്രയും ഭൂതാവിനോ കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പൂക്കാനറികെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയും അഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജൻ നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യമായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ അതികൊണ്ടിടിനാ കണ്ടു നിന്നോകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രഭേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചിന്നൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്യയിൽ വീണു മരിപ്പന്നലായിലോ. കാളകൂടം കുടിച്ചിടുവാനല്ലെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവാൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ. ഘോരമായുള്ള കുംഭിഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം വസിച്ചു ദുഃഖിച്ചു സത്തരം ചെന്നു കൗസല്യ ഗൃഹം പൂക്കാൻ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ ദീദീനനായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ശീരാംബരാജടായി വനം പ്രാപിച്ചതന്നെയും ദുഃഖാഭൂഷരാശിയിൽ താപേന മത്തയാക്കിയിടിനാ നിർണയം. ആ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗപദേ. നാഥാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നില്ലൊരു മുട്കാമ്പിലോർത്തുലം. ഇത്തങ്കരയുന്നു തന്നെയും നത്വാഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുര മനസ്സായി ആക്കിയതു കൊണ്ടു നീ
മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവേ, ഞാൻ അറിഞ്ഞിട്ടില്ല രാഗമെന്താനാണ്. ഞാൻ അറിഞ്ഞതെത്രയെങ്കിലോ മാതാവേ, ബ്രഹ്മഹത്യ ശതജാതമാഭാവവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും യജ്ഞേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു ഉണർന്നു കടങ്കട മുത്തമാകെ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രീജനത്തോടും അൻപെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. ചോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമാൻ വിജ്ഞാന വീര്യവാൻ. മർത്യസുഖങ്ങളെല്ലാം രാജഭോഗങ്ങളും മുക്തായതാവിധി യജ്ഞങ്ങളും ബഹുധന ദക്ഷിണയും മുതാ വിഷ്ടഭം ഗത്വായതസ്തുകം. ലബ്ധാ പുരന്തരാദാസനം ദുർലഭം വൃത്താരി മുഖ്യ ത്രിദശൗഗാവൃത്യനായ ആനന്ദമോടിരിക്കുന്നത് എന്നെന്തു നീ. ആനനം താഴ്ത്തി നേന്ത്രാവൂ തൂകിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമാനവ്യയധനദ്വയൻ. സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനനായ ജഗത്കാരണൻ. ദേഹമത്യന്തം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ ദുഃഖേന നീ ഫലം മൃത്യുവാശാത്മന. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലൊതി മൂഢരായുള്ളവർ മാർത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തകർന്നു മോഹിച്ചു വീണിടുവാർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേവു ശുഭകരമായുള്ളൂ. അത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തയറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, നിശ്ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ നോർക്കണമെല്ലാ സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്ര കളത്രാദി വസ്തുന വേർപെടും നേരം ദുഃഖമില്ലേതുമേ സ്വവേദമെന്ന സുഖവുമില്ലേതുമേ. മ്യൂട്ടായിപ്പോയി. ക്ഷണവങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരസ്ഥ. മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്നീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളോ മന്ദർമുത കണ്ടവർക്കെന്തു സംഭ്രമം. ഹരിയോ. കമ്പിത പത്താഗ്രലഗ്നാംബുബിന്ദുവൽ സംവദിച്ചിടുമായു സതി നശ്വരം. പ്രാർത്ഥന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഈ കർമ്മഭേദങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ.
യുദ്ധമനാരതം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകൊല. സംസ്കാര കർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിത്രകൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവം എടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നിലാൽ അഗ്നിഹോത്രിയെ സംഹരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവും ആദരാൽ വേദപാരായണന്മാരാം ദ്വിജാബലിക്കോദന ഗോധന രത്നാംബരം ഭൂഷണലേപന താംബൂല പൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ. ദിനം നാനാ സുഹൃജനത്തോടും അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ. അർണോരുഹാസന സന്നിഭനാം മുനി സ്വർമാസനെ മരുവീടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യം നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലെങ്കിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിം ഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൽ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്തമേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ഭരതന്റെ വനയാത്ര. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവൻ ഉദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന. സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും
രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ. അന്തികെ ചെന്ന് വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും അവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം. പദ്ധതിക്കേതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നീടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച് ആനന്ദപൂർവം തൊഴുതു വന്നിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകശ്ലോകി രാമായണം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇതി നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അങ്ങനെ നമ്മുടെ രാമായണ പാരായണം 8ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഗുരുപൂർണിമ തുടങ്ങി ചാതുർമാസ്യ കാലമാണ്. ആ കാലത്ത് വരുന്ന ഈ കർക്കിടക മാസം പല സ്ഥലത്തും ഇന്ത്യയില് പല രൂപത്തിൽ പറയാറുണ്ട്. ചിലർ ആടിമാസമായിട്ട് ആചരിക്കുന്നു, മറ്റു ചിലർ ശ്രാവൺ മാസം എന്ന് പറഞ്ഞ് ആചരിക്കുന്നു. അപ്പൊ ഈ പുണ്യമാസകാലത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും, സാത്വികമായ പ്രവർത്തികൾക്കെല്ലാം ഇരട്ടി ഫലം ലഭിക്കുന്നത്രേ. സാത്വികമായ ഫുഡ്, നാമജപങ്ങൾ, അതുപോലെ യാഗങ്ങൾ, ഹോമങ്ങൾ തുടങ്ങി പലതും ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ രാമായണ പാരായണവും ആ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളതും ഒരു മഹത്വമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്ര സ്വാമി അച്ഛന്റെ ആജ്ഞയനുസരിച്ച് കാനനത്തിലേക്ക് പോവാണ്. അങ്ങനെ കാനനത്തിൽ എത്തിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ആ മുനി വര്യന്മാരെ ദർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഭരദ്വാജ മഹർഷിയെ സന്ദർശിച്ചു. അവിടെയുള്ള ആതിഥ്യ മര്യാദകള്, അതുപോലെ ചർച്ചകളൊക്കെ നമുക്ക് പാഠമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആ ആതിഥ്യ മര്യാദകളൊക്കെ നമ്മളിപ്പോ അതൊക്കെ മറന്നിരിക്കുകയാണ്. ഒരാൾ വന്ന ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും നമുക്ക് ഭയങ്കര കഷ്ടമാണ്, അത് തോന്നാറൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ ഓരോന്നും
ഓരോ വരികളിൽ നിന്നും ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഭരദ്വാജ മഹർഷിയുടെ അടുത്തു നിന്നും വാത്മീകി ആശ്രമത്തിലേക്ക് പോവാണ്. ആ കാട്ടാളനായിരുന്ന മുനി മന്ത്രം കൊണ്ട് തന്നെ മഹർഷിയായി തീർന്ന ആ തന്റെ ആത്മകഥ അവിടെ വിവരിക്കുകയാണ്. അതും കഴിഞ്ഞ് വാത്മീകി മഹർഷി രാമനെയും സീതയെയും ലക്ഷ്മണനെയും കൂട്ടി അവർക്ക് താമസിക്കാൻ ഒരിടത്തിനായിക്കൊണ്ട് ചിത്രകൂട പർവ്വതത്തിനും ഗംഗാനദിക്കും ഇടയിലായി ആ ഒരു ആശ്രമ സ്ഥലം കണ്ടെത്തുകയാണ്. അവിടെ 2 പർണശാലകൾ തീർക്കുന്നു. ഒന്ന് ശ്രീരാമദേവനും മറ്റേത് ലക്ഷ്മണനും. അങ്ങനെ അവരവിടെ ദേവലോകത്ത് ഇന്ദ്രൻ വാഴുന്ന പോലെ സുഖമായിട്ട് വസിക്കുകയാണ്. അവിടെ നിന്നും നമ്മൾ ഇനി പോകുന്നത് അയോധ്യയിലേക്കാണ്. അങ്ങനെ ദശരഥ രാജാവിന്റെ മന്ത്രിയായ സുമന്ത്രർ രാമലക്ഷ്മണന്മാരെ ഗംഗാനദിയിൽ തരണം ചെയ്യുന്നത് നോക്കി നിന്നുകൊണ്ട് ആ ഹൃദയ വേദനയോടുകൂടെ, പ്രാണൻ പോകുന്ന വേദനയോടുകൂടെ തിരിച്ച് തേരുമായി ദശരഥ മഹാരാജാവിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ട് ആരും കാണരുതെന്ന് കരുതി വസ്ത്രം കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ പുറത്ത് തേര് നിർത്തി അകത്ത് ചെല്ലുകയാണ്. ആ രാജാവിനെ കണ്ടതും അദ്ദേഹത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമധേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജ സമേ ജയ. ആരാണ്? ദശരഥ മഹാരാജാവ്. ഈ 3 ലോകത്തിന്റെയും നാഥൻ എന്നറിയപ്പെടുന്ന ആ ദശരഥ രാജാവ് ശാസ്ത്രങ്ങളിലെല്ലാം നിപുണനാണ്. ഒരുപാട് കഴിവുകളുള്ള അദ്ദേഹത്തെ വീരമൗലി എന്നാണ് പറയുന്നത്. ആ വീരമകുടം ചൂടിയ ആ ദശരഥ മഹാരാജാവിനെ കൊണ്ട് പിന്നെ നമ്മുടെ സുമന്ത്രർ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും രാജാവ് ചോദിക്കുകയാണ്, എന്റെ കുട്ടികൾ എവിടെയാണ് ഇപ്പോ? അവരെന്താ എനിക്കായിട്ട് സന്ദേശം അയച്ചത്? എന്നെ പറ്റി എന്താണ് അവര് പറഞ്ഞത് എന്ന് ചോദിക്കാണ്. നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ആകാംക്ഷ അല്ലെ? ഇത് നമ്മുടെ തന്നെ ജീവിതം തന്നെയാണ്. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അവരെ കണ്ടുവരികയാണെന്ന് ചോദിക്കുക, എന്റെ മോൻ പറഞ്ഞതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ രാജാവ് ദുഃഖം കൊണ്ട് വിലപിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, രാമൻ എന്ത് ചെയ്യുന്നു? സീത എന്ത് ചെയ്യുന്നു? ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു? സുമന്ത്രർ പറയാണ്, അച്ഛനോ ആയിക്കൊണ്ട് ആ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊന്നും വരുത്താതെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൗസല്യാദേവിയുടെ ഗൃഹത്തിലാണ് അവര് ചെന്നത്. കൈകേയിയുടെ ഗൃഹത്തിലാണ് എപ്പോഴും താമസിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടി, ഇപ്പൊ കൗസല്യ ഗൃഹത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ കൗസല്യയും കൂടെ ഉണ്ട്. കൗസല്യയോടും പറയാണ്, അമ്മയോടും ശാന്തമായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോ നമ്മള് ഒരു കാര്യം കുറച്ചൊക്കെ ഇങ്ങനെ മറന്നു പോകുമ്പോ ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം വരിക അല്ലെ? അപ്പോഴേക്കും മകന്റെ കാര്യങ്ങൾ ഓർത്ത് കൗസല്യാദേവിക്ക് ഭയങ്കര സങ്കടം വന്നു. ഇനി നമ്മൾ സങ്കടം വന്നാൽ എന്താ ചെയ്യാ? അടുത്തുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കലാണ് പണി. കൂടുതലും പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിന് ഇട്ട് കൊടുക്കും, അങ്ങനെ അല്ലെങ്കിൽ മക്കൾക്ക്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ദശരഥ മഹാരാജാവിനെ വീണ്ടും കുത്തി നോവിക്കുന്ന വിധത്തില് ഓരോന്നും പറയാണ്. 2 വരം കൊടുത്തു. അത് ഈ രാജ്യം മുഴുവനും കൊടുക്കായിരുന്നില്ലേ? എന്തിനാണ് എന്റെ മകനെ കാട്ടിലേക്ക് അയച്ചിട്ട് ഇത്രയും ഒരു പാപകർമ്മം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. കാരണം കൗസല്യ ആദ്യമേ തന്നെ ദുഃഖിതയാണ്. കൗസല്യാണ് ആദ്യം വിവാഹം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് 2 പേര് വീണ്ടും വരുന്നു. എന്നാൽ ആ ദുഃഖത്തിൽ നിന്നൊക്കെ മോചനം എങ്ങനെ കിട്ടി? സ്വന്തം മകനെ കാണുമ്പോൾ. അങ്ങനെ ആ മകനെ കണ്ട് സന്തോഷവതിയായിരിക്കുന്ന ആ അമ്മ ഒരു ദിവസം മകൻ വിട്ടുപോകുകയാണ്. 14 വർഷത്തേക്ക് കാനനത്തിൽ വസിക്കാൻ. നമ്മൾ തന്നെ അറിയാം, എപ്പോഴും കുട്ടികൾ പോകുമ്പോ നമുക്ക് ആശങ്കയാണ്. വീട്ടില് നമ്മളിങ്ങനെ മമത സ്നേഹം കൊണ്ട് ഇങ്ങനെ മൂടിപ്പൊതിയാണ്. അവരെ ഒന്നും ചെയ്യിക്കാൻ സമ്മതിക്കാതെ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രുചികരമായ കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കും ചിന്തയാണ്, അത് കിട്ടുന്നുണ്ടോ? നല്ല മെത്തയിൽ ഉറങ്ങുന്നുണ്ടോ? അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇത് തന്നെ ആ അമ്മയ്ക്കും
ചിന്തയാണ്. അപ്പൊ അങ്ങനെ കൗസല്യാദേവി പിന്നെ ദശരഥ മഹാരാജാവിനായിട്ട് വേദനിപ്പിക്കുകയാണ്. ഓൾറെഡി വേദനിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പറയാണ്, പുണ്ണിലൊരു കൊള്ളി വെക്കും പോലെ ആ ഒരു പുണ്ണ്, വേദനിച്ചിരിക്കുന്ന പുണ്ണില് വീണ്ടും അതിലൊരു തീക്കൊള്ളി വെച്ചാലത്തെ അവസ്ഥയൊന്ന് നോക്കൂ. അപ്പൊ അതേപോലെ വീണ്ടും വേദനിപ്പിക്കുമ്പോ ആ ദശരഥ മഹാരാജാവ് തന്റെ കാര്യങ്ങൾ പറയാണ്, പണ്ട് നടന്ന ഒരു കഥ പറയാണ്. ഇതൊക്കെ ദൈവഹിതമാണ്, കർമ്മഫലമാണ്. ഇതൊക്കെ ആ ഒരു തപോധനന്റെ ശാപ വചനമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയാണ്. എന്തായിരുന്നു ആ കഥ? യൗവനകാലത്ത് നമ്മള് പലതും ചെയ്യും അല്ലെ, ഒന്നും വീണ്ടും വിചാരമില്ലാത്ത കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ദശരഥ മഹാരാജാവ് മൃഗയാ വിവശനായിക്കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ പോയി ഒരു ദിവസം മുഴുവൻ ഒന്നും കിട്ടിയില്ല മൃഗങ്ങളെ. തിരിച്ചു പോരാൻ നേരം തോന്നി, ഒരാശയുണ്ടായി, ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാന്ന്. അർദ്ധരാത്രിയായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഈ കുടത്തില് വെള്ളം നിറയ്ക്കുന്ന ശബ്ദമായിരുന്നു അത്. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ആന തുമ്പിക്കൈയിൽ കൊണ്ട് വെള്ളം കുടിക്കുകയാണെന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അമ്പെയ്തു. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അമ്പെയ്തു. പക്ഷെ ദശരഥ മഹാരാജാവിന് ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ ശബ്ദം കേട്ടോടത്ത് തന്നെ നോക്കേണ്ട ആവശ്യമില്ല, അമ്പ് ചെയ്യും. പക്ഷെ അപ്പൊ നോക്കിയില്ല. കാരണം എന്തേ? ആ രാത്രി സമയത്ത് മനുഷ്യ സഞ്ചാരമൊക്കെ കുറവായിരിക്കും. അങ്ങനെ ചിന്തിക്കും, സ്വയം കുറ്റമല്ല. അങ്ങനെ അമ്പെയ്ത സമയത്താണ് ഹതോസ്മ്യഹം എന്ന് പറഞ്ഞ് കരച്ചില് കേൾക്കുകയാണ്. എന്നെ കൊന്നു എന്ന് പറഞ്ഞ് കരച്ചില് കേട്ടതും ആ രാജാവ് ആ സ്ഥലത്തേക്ക് ഓടിയെത്താണ്. അവിടെയാണ് കാണുന്നത് മുനികുമാരൻ അമ്പ ഏറ്റുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അങ്ങനെ അതാരായിരുന്നു? ശ്രവണ കുമാരൻ. നമ്മളെല്ലാം കഥ കേട്ടിട്ടുണ്ടാവും, ചെറുപ്പത്തിലൊക്കെ കഥ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ കുമാരൻ കണ്ടതും രാജാവിന് അതീവ ദുഃഖമായി. രാജാവ് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യും. അതുപോലെ സങ്കടം രാജാവിനും സഹിക്ക വയ്യാതെയായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ കുമാരൻ പറഞ്ഞു, എന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാനായിട്ട്, വെള്ളം ദാഹിച്ച ജലത്തിനായിട്ട് ഞാൻ വന്നതായിരുന്നു. കുംഭത്തിൽ വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ സൗണ്ടായിരുന്നു, ആ ശബ്ദമായിരുന്നു. അത്രയും ശ്രവണശക്തി കൂടുതലാണ് ദശരഥ മഹാരാജ. അതുകൊണ്ടാണല്ലോ അത് കേട്ടത് ദൂരെ നിന്ന്. അങ്ങനെ പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ ദാഹിച്ച് അവസരായിട്ട് അവിടെ ഉണ്ട്, വേഗം പോയി ജലം കൊണ്ടുകൊടുക്കൂ. പക്ഷെ അപ്പോ പറഞ്ഞു, ഇതൊക്കെ കർമ്മഫലമാണ്, അതിന് വിഷമിക്കേണ്ട. ബ്രഹ്മഹത്യ പാപം ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം ഞാനൊരു ബ്രാഹ്മണനല്ല, വൈശ്യനാണ് എന്ന് പറയാണ്. അങ്ങനെ ദശരഥ മഹാരാജാവ് വെള്ളം കൊണ്ട് ഓടിച്ചില്ലാണ്. ആ സമയം അവിടെ വൃദ്ധരായ മാതാപിതാക്കൾ മകനെ കാണാതെ വിഷമിക്കുകയാണ്. എന്ത് പറ്റി മകന്? ഇനിയിപ്പൊ നമ്മള് വൃദ്ധരായി, നമ്മളെ നോക്കണം എന്നുള്ളത് കൊണ്ട് മാറിപ്പോയതാണോ, അതോ എന്താ പറ്റിയത് എന്ന് അറിയാണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെരുമാറ്റം കേൾക്കുകയാണ് ദശരഥ മഹാരാജാവിന്റെ. വെള്ളം കൊണ്ട് ചെന്നു അങ്ങനെ പറയുന്നു രാജാവിനോട്. രാജാവാണെന്ന് അറിഞ്ഞിട്ടല്ല, പറയുന്നു, മോനെ എന്താ പറ്റിയത്, വേഗം വരൂ. അപ്പോഴാണ് രാജാവിനോട് മുനികുമാരൻ പറഞ്ഞിരുന്നു, വൃദ്ധരായ എന്റെ മാതാപിതാക്കളെ കാണുമ്പോ എല്ലാ കാര്യങ്ങളും പറയണമെന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ പറയാണ് ചെയ്യുന്നത്. അവര് പറഞ്ഞു, അവര് ദുഃഖിതരായിക്കൊണ്ട് അവര് പറഞ്ഞു, വേഗം ഞങ്ങളെ മകന്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോകൂ. അത് കഴിഞ്ഞ് പറഞ്ഞ് ചിത കൂട്ടു. അത് കഴിഞ്ഞ് അവരതിൽ ചാടി മരിക്കുകയാണ് ചെയ്തത്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഒരു ശാപവചനം രാജാവിനായിട്ട് പ്രദാനം ചെയ്തു. അതായിരുന്നു, നീയും ഞങ്ങളെ പോലെ പുത്രശോകത്താൽ മരിക്കും എന്നുള്ള ഒരു ഒരു വാക്ക് അവിടെ പറയുകയുണ്ടായി. അതാണ് ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൗസല്യയോട് പറഞ്ഞുകൊണ്ട് രാജാവ് രാമ, സീതേ, ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ആ വിഷ്ണുപാദം പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഗതി അടയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജാവ് എല്ലാ പൗരജനങ്ങളും കൂടി സങ്കടപ്പെട്ടു തുടങ്ങി. അപ്പൊ വസിഷ്ഠ മഹർഷി ഭരതൻ ശത്രുഘ്നനും ഇവിടെ തന്റെ അമ്മാവനായ യുധാജിത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. വേഗം അവരെ വരുത്താനായി ദൂതനെ അയക്കുന്നു. അങ്ങനെ അവരെ കുതിരപ്പുറത്ത് കൊണ്ടുവരികയാണ്
ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എന്താണെന്ന് എന്താത്ര വേഗത്തിലെത്തണം എന്നുള്ള ഒരു വാക്ക് കേട്ട് അവർ ചിന്തിതരാവാണ്. അങ്ങനെ അയോധ്യയിലെത്തിയ അവർക്ക് തോന്നി എന്താണ് ഇവിടെ ഒരു മൂകത എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരികയാണ്. ഓടി വന്ന് ആ കൗസല്യയുടെ കൈകേയിയുടെ അന്തഃപുരത്തിലാണ് ഓടി വരുന്നത് സ്വന്തം അമ്മയെ കാണാൻ. അങ്ങനെ അവിടെ ചെന്നപ്പോ അമ്മ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോ കൈകേയി കേകയരാജത്തെ കാര്യങ്ങളൊക്കെയാ ചോദിക്കണേ. അവിടെ അമ്മാവന് സുഖല്ലേ, അച്ഛന് സുഖല്ലേ, അമ്മയ്ക്ക് സുഖല്ലേ? അപ്പോ ഭരതൻ ചോദിക്കുകയാണ്, അച്ഛൻ എവിടെ, താതൻ എവിടെ, എന്നും അമ്മയുടെ കൂടെ ഇരിക്കുന്ന ആ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കൈകേയി പറയുന്നത്, അതിന് അച്ഛൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നീ എന്തിനാ വിഷമിക്കണേ, നിനക്ക് വേണ്ടി ഞാൻ ആ മുഴുവനും രാജ്യത്തെ തന്നെ നിനക്ക് വാങ്ങി തന്നിരിക്കുന്നു. സന്തോഷിക്കുന്ന കരുതണേ മകൻ. പക്ഷെ നല്ല മക്കള് അതല്ല, നല്ല മക്കൾക്കൊന്നും അതൊന്നും ആവശ്യമില്ല. അന്യായമായിട്ട് നമ്മൾ എന്ത് നേടിക്കൊടുത്താലും ആ മക്കൾ അതില് സന്തോഷം കാണില്ല, അവര് അതില് ദുഃഖിതരാണ്. അങ്ങനെ എന്തു പറ്റി? അപ്പോ അപ്പോഴും അറിയുന്നില്ല എന്താണ് കാര്യം. പോകുമ്പോ അച്ഛൻ എന്താണ് പറഞ്ഞത്, മരണസമയത്ത് അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു, അച്ഛൻ എന്താണ് പറഞ്ഞത്, അതൊക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യല്ലേ. അപ്പൊ പറഞ്ഞു, രാമനെയും ലക്ഷ്മണനെയും സീതയെന്നൊക്കെ വിളിച്ചിട്ടാണ് മരിച്ചത്. അങ്ങനെ അവരെ വിളിക്കാൻ അവരെവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് മുഴുവൻ കഥകളും പറയുന്നത്. അത് കേട്ട് കോപിഷ്ഠനായി ക്രോധാഗ്നിയിൽ മുഴുകിയ ആ ഭരതൻ അമ്മയെ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. ദുഷ്ടേ, നിശാചരി, പാപി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ വയറിൽ ഞാൻ പിറന്നുവല്ലോ എന്ന് പറയാണ്. ആ സദ്ഗുണ സമ്പന്നരായ കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും സഹിക്കാനൊന്നും സാധിക്കില്ല, അന്യായങ്ങളൊന്നും സഹിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കൗസല്യയുടെ ഗൃഹത്തിലെത്തുകയാണ്. അവിടെ ചെന്നിട്ട് പറയും, അമ്മേ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ലാന്ന്. അപ്പൊ ആദ്യം കൗസല്യ തെറ്റിദ്ധരിക്കും, അമ്മയും മകനും ഒക്കെ ചേർന്നാണ് ഈ രാജ്യാഭിഷേകം, മകനും ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, അങ്ങനെ തോന്നിപ്പോകാലോ. അങ്ങനെ പറയും, ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നുള്ള സത്യം പരമാർത്ഥം കൗസല്യ മാതാവിനെ അറിയിക്കുകയാണ്. അപ്പൊ മാതാവിന് അതെല്ലാം മനസ്സിലായി. അങ്ങനെ വസിഷ്ഠൻ വരും. വസിഷ്ഠൻ കാര്യങ്ങളൊക്കെ പറയാണ്. അച്ഛന്റെ പിന്നെ ദശരഥൻ മരിച്ചതും എണ്ണത്തോണിയിൽ ഇട്ടിരിക്കുകയാണ്, കുട്ടികൾ വരണ്ടേ. അങ്ങനെ ആ ഭരതനോട് വിവരങ്ങളൊക്കെ പറയും, നമുക്ക് സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യണം, അതിനായിട്ട് പിന്നെ എല്ലാവരെയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുന്നു, ഭംഗിയായിട്ട് നടത്തുന്നു. ആ ദേഹത്തെ എണ്ണത്തോണിയിൽ നിന്നും എടുത്ത് നീരാടിച്ചിട്ട് അതിനുശേഷം നല്ല ദിവ്യ അമ്പരങ്ങളും നല്ല ആഭരണങ്ങളും ആ രാജാവല്ലേ, രാജാവിന്റെ യോഗ്യതയിൽ തന്നെ അണിയിച്ചൊരുക്കിക്കൊണ്ട് അങ്ങനെ സംസ്കാരം നടത്തുന്നു. അതിനുശേഷം പിണ്ടം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം, അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ദാനധർമാദികളെല്ലാം ചെയ്തുകൊണ്ട് അവിടെ ആ സംസ്കാര കർമ്മം തീരുകയാണ്. അതിനുശേഷം ഭരതൻ വളരെ സങ്കടത്തിലായി. ആ സമയത്താണ് വസിഷ്ഠൻ പറയുന്നത്, ഇങ്ങനെ നിനക്ക് പിന്നെ അഭിഷേകം ചെയ്യണം, രാജ്യം അനാഥമായിരിക്കുന്നു, ശ്രീരാമൻ ചെയ്യാനിരുന്ന ആ അഭിഷേകത്തെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ശ്രീരാമൻ പോയിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും വേണമല്ലോ രാജ്യം പരിപാലിക്കാൻ, അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഭരതൻ പറയും, അതിന് യോഗ്യൻ എന്റെ ഭ്രാതാവ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഞാൻ അർഹനല്ല എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ദുഃഖിതനായ ആ ഭരതനെ വസിഷ്ഠ മഹർഷി സമാശ്വസിപ്പിക്കുന്ന കുറെ കാര്യങ്ങള് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആത്മാവിന് മരണമില്ല എന്നെല്ലാം പറഞ്ഞ് കാര്യങ്ങള്, മരിച്ചാൽ നമുക്ക് മരണം ദേഹത്തിനെ സംഭവിക്കുന്നുള്ളൂ, ആത്മാവിനല്ല. അതുപോലെ ജനിച്ചാൽ നമുക്ക് മരണമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിച്ചുകൊണ്ട് പിന്നെ മഹർഷി അങ്ങനെ ഭരതനെ ആശ്വസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഭരതൻ പിന്നെ വനയാത്ര, ഭരതന്റെ വനയാത്രയാണ്. അങ്ങനെ ഭരതനും
വസിഷ്ഠൻ, അരുന്ധതി, അതുപോലെ പൗരജനങ്ങൾ എല്ലാവരും ചേർന്ന് ആ ശ്രീരാമനെ ആനയിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഭരതന്റെ ശ്രമം. അങ്ങനെ എല്ലാവരും ചേർന്ന് പോവുകയാണ്. മാർഗമധ്യേ ഗുഹനെ കാണും. അപ്പോ ഗുഹൻ ഭരതൻ വരുന്നുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെ എന്തിനാണ് വരുന്നത് എന്ന് അറിയുന്നില്ല. ഇനി ഒരു ശത്രുവായിട്ട് കരുതുമ്പോ ആ ശത്രു വരുന്നത് നല്ല കാര്യത്തിനായിരിക്കില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ഭൂതന്മാരെ അയക്കുകയാണ് ചെയ്യുന്നത് ഗുഹൻ. അപ്പൊ അവരിൽ നിന്നും മനസ്സിലായി ഭരതന്റെ ഉദ്ദേശം നല്ലതാണ് എന്ന്. ശ്രീരാമസ്വാമിയെ കാണാനായിട്ടും ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുമാണ് വരുന്നത് എന്നുള്ള വാർത്ത അറിഞ്ഞ് അതിന് മുന്നേ പറഞ്ഞിരുന്നു ആയുധങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കണം എന്ന്. ഇനി യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ തിരിച്ചും യുദ്ധം ചെയ്യണമല്ലോ. അപ്പൊ അതിന് എല്ലാം തയ്യാറായി നിൽക്കവേ ഇത് നല്ല ഉദ്ദേശമാണെന്ന് കരുതി അങ്ങനെ വന്ന് ആ വരുന്ന ഭരതനെ ഗുഹൻ എന്ത് ചെയ്യാണ്? സാഷ്ടാംഗം നമസ്കാരം ചെയ്യാണ്. വേഗം തന്നെ ഭരതൻ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗാഠമായി ആശ്ലേഷണം ചെയ്യാണ്. അപ്പൊ ഭരതൻ പറയുന്ന വാക്കുകളാണ്, ആ ശ്രീരാമനും എന്റെ ജ്യേഷ്ഠനും ഇങ്ങനെ ആശ്ലേഷം ചെയ്തിട്ടുണ്ടാകും. അത് സീതാദേവിക്ക് മാത്രം ലഭ്യമായ ആ ഒരു ആശ്ലേഷം അങ്ങേക്ക് ലഭിച്ചെങ്കിൽ അങ്ങ് ധന്യനാണ് എന്ന് പറയാണ്. അത് സീതാദേവിക്ക് മാത്രമല്ലേ അർഹതയുള്ളൂ. അപ്പോ അത്രയും ശ്രേഷ്ഠമായി ആ ഗുഹനെ വണങ്ങാണ് ചെയ്യുന്നത് ഭരതൻ. അനന്തരം ഭരതൻ ചോദിച്ചു, എവിടെയാണ് എന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയുമൊക്കെ കിടന്ന സ്ഥലം? അങ്ങനെയൊക്കെ പിന്നെ ചോദിച്ചുകൊണ്ട് അവര് തമ്മിൽ സംഭാഷണം ഒക്കെ കഴിഞ്ഞ് അവര് വനയാത്രയ്ക്ക് തയ്യാറാകാണ് ചെയ്യുന്നത്. അപ്പൊ സമയമായി തോന്നുന്നു. ഏതായാലും എല്ലാവർക്കും നമസ്കാരം. ഇതിന് എനിക്ക് അവസരം തന്നതിന് സമിതിയോടും ഗിരിജാക്കയോടും നന്ദി പറയാണ്. ഈ രാമായണ മാസം എല്ലാവർക്കും നന്മകളുടെ ദിനങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും അതുപോലെ ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് നമ്മള് ദുഃഖത്തിൽ നിന്നും ഒക്കെ വിട്ടുമാറി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഇതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് കുറച്ചൊക്കെ വിട്ടുപോയി, മനസ്സിലായി. എല്ലാവർക്കും നന്മ നേരുന്നു. ഹരിയോം ഹരി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സീതാരാമായ നമഃ. ഹരിയോം. അങ്ങനെ ഇന്നത്തെ 8ാമത്തെ ദിവസം രാമായണ പാരായണം വളരെ ഭംഗിയായി ചെയ്ത അനീഷ് കുമാർ അണ്ണൻ, റാണി രാജപ്പനക്ക, രാധാ കെ പിള്ളയക്ക, നന്ദിനി അക്ക, ബിനി അരവിന്ദ് അക്ക, എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സാരാംശം വളരെ മനോഹരമായി ചെയ്ത രമാ നായർ അക്കയ്ക്കും വളരെ സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബാക്കപ്പില് റെഡിയായിട്ടിരിക്കുന്ന പങ്കജാക്ഷൻ അണ്ണനും EV നായർ അണ്ണനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ യോഗബന്ധുക്കൾക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ഈ പ്രോഗ്രാം എടുത്തു നടത്തുന്ന ഗിരിജാക്കയ്ക്കും സിന്ധു പ്രമോദ് അക്കയ്ക്കും വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലേക്ക് പകർത്തുന്ന സുനൈന അക്കയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് എനിക്ക് ഇവിടെ ഈ ഒരു അവസരം തന്ന ഗിരിജാക്കയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
ലോകാ സമസ്താ സുഖിനോ ഭവന്തു.